ഹായ് നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് 2 ദിവസം മുമ്പ് ഒരു കുട്ടിയെ, അതായത് ചിത്രപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ, അതിന്റെ ആൺകുട്ടി അതിനെ കല്ലുകൊണ്ട് തലക്കിടിച്ച് കൊന്നു. അത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും ഒക്കെ വാർത്ത വന്ന് കണ്ട ഒരു കേസാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ പെൺകുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ആ കുട്ടി മരിച്ചു പോയി കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആരോൺ എന്നാണ് തോന്നുന്നത്, അതിന്റെ അച്ഛനും അമ്മയും മോന് വേണ്ടി കരയുന്നു. വല്ലാത്തൊരു അവസ്ഥയാണ്. ഒരിടത്ത് മോള് മരിച്ചു, ആ ദുഃഖത്തിൽ അച്ഛനും അമ്മയും നിൽക്കുന്നു. ഇപ്പുറത്തെ സൈഡില് മോന് 21 വയസ്സുള്ള മകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസ്. ആ കാര്യത്തിൽ അച്ഛനും അമ്മയും എന്ത് വേണമെന്ന് അറിയാതെ കരയുന്നു. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും ഉള്ള പേരൻസിന്റെ കയ്യിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ രാത്രിയിൽ ഒരു ആൺകുട്ടിയുമായിട്ട്, അത് മദ്യപാനിയാണെന്ന് അറിയുന്ന ആൺ സുഹൃത്തിനോടൊപ്പം പോയതിന് പിന്നാലെ വന്ന ഭവിഷ്യത്തുകളാണ്. ആൺകുട്ടിയുടെ വീട്ടുകാരും ആൺകുട്ടി അനുഭവിക്കുന്നു, പെൺകുട്ടി ഇല്ല, ജീവനോടെ ഇന്നില്ല, പെൺകുട്ടിയുടെ വീട്ടുകാരും അനുഭവിക്കുന്നു. അപ്പൊ ഈ ഒരു പെൺകുട്ടി അല്പം ഒന്ന് ചിന്തിച്ച്, ഇതിനോടൊപ്പം രാത്രിയാണ് ഇവൻ വിളിക്കുന്നത്, ഞാൻ പോകേണ്ട ആവശ്യം എന്താണെന്ന് കരുതി, അല്ലെങ്കിൽ നിൽക്കുന്നത് എവിടെയാണോ സേഫ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഈ ഒരു ആപത്തും വരില്ലായിരുന്നു അല്ലേ. പണ്ട് കാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടല്ല, അതായത് നമ്മളൊരു 90s കിഡ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ ആ 90 കാലഘട്ടങ്ങളിൽ വളർന്നു വന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഒരു വലിയ സെക്യൂരിറ്റി ആണ്. കാര്യം നമ്മൾ ലേറ്റ് ആയാൽ അച്ഛൻ തിരക്കും, അമ്മ തിരക്കും, അതല്ല സിസ്റ്റർ കോളേജിൽ പോയിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് ലേറ്റ് ആകുകയാണെങ്കിൽ ആങ്ങളെ തിരക്കും. അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ 20s കിഡ്സിനെന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് നമ്മളിപ്പോൾ കുട്ടികൾ തിരക്കുകയാണെങ്കിൽ പോലും അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. എന്തിനു വിളിക്കുന്നു, എന്തിനു തിരക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കുട്ടി, ഒരാണോ ഒരു പെണ്ണോ ഉണ്ടാവുള്ളൂ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടെ വേറെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഉണ്ടാവില്ല. ആരും അത് വളരെയധികം കെയർ ചെയ്യുകയും ചെയ്യുന്നില്ല. അതിനുള്ള തെളിവാണ് ഈ ചിത്രപ്രിയ എന്ന് പറയുന്ന കുട്ടി. ായ ഒരു ആൺകുട്ടി വന്ന് വിളിക്കുമ്പോൾ അതിന്റെ ആ കുട്ടിയെ തലക്കിടിച്ച് കൊന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അതിന്റെ മൊബൈലിൽ വേറൊരാളുടെ ഫോട്ടോ കണ്ടു എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് ഈ ആൺകുട്ടി തലക്കിടിച്ച് ഈ പെൺകുട്ടിയെ കൊന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആൺകുട്ടി മദ്യപാനിയാണെന്ന് ഈ ചിത്രപ്രിയയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വൈകുന്നേരത്തോ അല്ലെങ്കിൽ രാത്രിയോ ഒരു രാത്രി പുറത്തു പോകാമെന്ന് പറയുമ്പോൾ ഒരു പേടിയുമില്ലാതെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് ഇറങ്ങി പോകുമെന്ന് പറയുന്നത് തന്നെ അത് വളരെ ഒരു റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അവിടെയൊക്കെയാണ് നമ്മുടെ സദാചാരത്തിന്റെ ആവശ്യം വരുന്നത്. സദാചാരം വേണ്ടെടുത്ത് കാണിക്കുക തന്നെ വേണം. അപ്പൊ അങ്ങനെയൊക്കെ എവിടെയെങ്കിലും അതൊന്നും ഈ 20s കിഡ്സിന് അതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇപ്പോഴൊക്കെ കാണുന്ന പ്രണയബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രണയമായിരിക്കും പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഉള്ളത്. അപ്പൊ അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിടെ വെച്ച് നിങ്ങൾക്ക് തോന്നുന്നു അവിടെ വെച്ച് നിങ്ങൾ അത് ഒഴിവാക്കി പോവുക. അതല്ല എങ്കിൽ വീണ്ടും ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടും. പിന്നെ നിങ്ങളൊരു ഇപ്പോഴത്തെ 20s കിഡ്സിന് എന്ന് പറയുന്നത് ഒരു പേരൻസ് പറയുന്നത് കേട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. 20s കിഡ്സിന്റെ ഒരു 75% കുട്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് പേരൻസ് പറയുന്നത് കേട്ട് ജീവിക്കുമ്പോൾ അവരെന്തോ ഒരു മഹാ അപരാധം ചെയ്യുന്നത് പോലെ, അല്ലെ അവരുടെ ഫ്രീഡത്തെ മൊത്തം ഹനിക്കുന്നത് പോലെയൊക്കെ എന്നുള്ള രീതിയിലാണ് ഈ കുട്ടികൾ ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ അപകടങ്ങൾ ഇപ്പോൾ കൂടുതലായി വരാൻ ഉണ്ടാകുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളോട് അതുകൊണ്ട് പ്രണയിക്കരുത്, നിങ്ങൾ പ്രണയിക്കാതെ പേരൻസ് പറയുന്നത് കേട്ട് വിവാഹം കഴിക്കുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത് ഏതോ ഒരു വലിയ മഹാ അപരാധമാണ്. അപ്പൊ നിങ്ങൾ മറ്റൊരാളുമായിട്ടൊരു ബന്ധത്തിൽ ആകുമ്പോൾ ആ ആൾ നിങ്ങളെക്കാൾ പ്രാധാന്യം വേറൊരാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതൊരു ഒരു ചാറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ അതല്ലെങ്കിൽ വേറെ എന്തുമാകട്ടെ വേറെ ഒരാളുമായിട്ട് സീക്രട്ടായിട്ട് അത് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ അയാൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായില്ല. അത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അതുമല്ല എങ്കിൽ പിന്നെ ഒന്നുള്ളത് ഈ പറയുന്ന വ്യക്തിയുടെ സ്വഭാവം നല്ലതായിരിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നി കഴിഞ്ഞാൽ അവിടുന്ന് അപ്പോഴേ ലെഫ്റ്റ് അടിച്ച് പോവുക. ഇങ്ങനെയുള്ള അപകടങ്ങളെ ക്ഷണിച്ച് ജീവിതത്തിലേക്ക് വെക്കാതിരിക്കുക. ഇന്നത്തെ പ്രണയം എന്ന് പറയുന്നത് ഈ 20s കിഡ്സിന് എന്തോ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ എന്റെ കൂടെയുള്ള എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നാൽ ഒരു പ്രണയം എനിക്കും കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പോയി കുടിയിൽ ചാടുന്ന പല കുട്ടികളുമുണ്ട്. അത് അവരും മറ്റുള്ളവരുടെ ഇതേതോ ഒരു വലിയ മഹാസംഭവമാണെന്ന് കരുതി പോയി കുഴിയിൽ ചാടി അവരുടെ ജീവിതം തുലയ്ക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കാരണം അവരോട് പ്രണയിക്കാതിരിക്കാൻ പറയാൻ പറ്റത്തില്ല, അവരോട് പിന്നെ പറയാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് 100% കൊടുക്കാതിരിക്കുക. 100% കൊടുത്താൽ സംഭവിക്കുന്ന എന്താണ്, തിരിച്ചും 100% കൊടുക്കുന്ന ഒരാൾ തിരിച്ചും 100% കിട്ടണം എന്ന് അവർ ആഗ്രഹിക്കും. അപ്പോൾ അവിടെ ഒരു 100% കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് ഒരു ഭ്രാന്തമായി അവർ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങും. അങ്ങനെയുള്ള പ്രവർത്തികളാണ്
ഇപ്പോൾ ഇങ്ങനെയുള്ള ഓരോ അപകടങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികളോട് വീണ്ടും പല വീഡിയോകളും ഞാൻ ഇങ്ങനെയുള്ള 20s കിഡ്സിന് വേണ്ടിയിട്ട് പല വീഡിയോകളും ഞാൻ ഒന്നിലധികം വീഡിയോകൾ ഇത് ഇങ്ങനെയുള്ള പല കേസുകൾ വരുമ്പോഴും ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു 18 വയസ്സ് കഴിഞ്ഞോ അല്ലെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞോ 22 വയസ്സ് കഴിഞ്ഞോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ഫ്രീഡം വേണം എന്ന് പറയരുത്. നിങ്ങളെ ഒരു പേരൻസ് വളർത്തി വലുതാക്കിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ എന്ന് ഒരു ഫാമിലി ആകുന്നു എന്ന് തോന്നുമ്പോഴാണ് പേരൻസ് വിഡ്രോ ചെയ്യേണ്ടത്. അല്ല നിങ്ങൾക്ക് 18 വയസ്സായി നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പേരൻസിന് ഒരിക്കലും മാറാൻ പറ്റത്തില്ല. അങ്ങനെയല്ല, അതല്ല പേരന്റിങ് എന്ന് പറയുന്നത്. നമുക്കൊരു കുട്ടി ഉണ്ടായി അതിനെ വളർത്തി വലുതാക്കി അവർ നമ്മളെ പോലെ ഒരു ഫാമിലി ലെവൽ ആകുന്നത് വരെ പേരൻസിന്റെ 2 കണ്ണുകളും കുട്ടികളുടെ മേൽ തന്നെ ഉണ്ടായിരിക്കണം. അവർ ഏത് വഴിക്ക് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അവർക്ക് ഫ്രീഡം വേണം, ഫ്രീഡം വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അവർ ഫ്രീഡം അനുഭവിക്കുമ്പോഴും അവരുടെ പിന്നിൽ നമ്മളെ കണ്ണുകൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് അവർക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മളത് കെയർ ചെയ്യേണ്ട കാര്യമില്ല. ഇഷ്ടമല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടേണ്ട. നമ്മൾക്ക് പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൊടുക്കേണ്ട കെയറിങ് എപ്പോഴും നിങ്ങളുടെ മക്കളുടെ മുകളിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും കെയറിങ് മക്കളുടെ ഉണ്ടായിരിക്കണം. അവരുടെ ഓരോ പ്രവൃത്തിയും നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോണുകൾ നമ്മൾ പരിശോധിക്കണം. അത് അവരറിഞ്ഞോ അറിയാതെ ചെയ്യണം. അറിഞ്ഞ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം നമ്മളെ മൊബൈൽ അവരുടെ മുമ്പിൽ ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുന്നത് പോലെ നമ്മളെ മുമ്പിലും അവരുടെ മൊബൈലുകൾ എപ്പോഴും ഒരു ലോക്ക് ഇല്ലാതെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന രീതിയിലുള്ള എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെ ആയിരിക്കണമെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കുക. ഒരു അമ്മയും മക്കളും അല്ലെങ്കിൽ അമ്മയും അച്ഛനും മക്കളും ഒക്കെ ആകുമ്പോൾ ഒരിക്കലും അവിടെ ഒരു നമ്മളും അതുപോലെ ഒരു തുറന്ന പുസ്തകമായിരിക്കണം അവരുടെ മൊബൈലുകൾ. നമ്മുടെ കാലഘട്ടങ്ങളിൽ ഈ മൊബൈലുകളൊന്നും നമുക്ക് യൂസ് ചെയ്യാനില്ലായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു അപകടം നമുക്ക് പേടിക്കേണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അതും നമ്മൾ പേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പേരൻസിനോടും എനിക്ക് പറയാനുള്ളത്, കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും വളരെ ശ്രദ്ധാപൂർവ്വം എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പോവുക. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.